പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന പറയുന്നുണ്ടായിരുന്നു അനാമികയോട്, അങ്ങനെ അന്വേഷണം വന്നിട്ടുണ്ടെങ്കിൽ തെളിയാത്ത പല കേസും പുറത്തു വന്നു എന്ന് വരും. അതുപോലെ ആദർശേട്ടൻ്റെ അമ്മ നിനക്കൊരു നെക്ലേസ് തന്നു, അത് മോഷണം പോയി. അതിൻ്റെ പിറകെ എൻ്റെ അമ്മായിയമ്മ കുടിച്ച പാലിൽ ആരോ വിഷം ചേർത്തു, അപ്പം അതൊക്കെ പുറത്തു വരും എന്ന് പറയുമ്പോൾ നീ ആ കാര്യം പറഞ്ഞ് എന്നെ പേടിപ്പിക്കുകയൊന്നും വേണ്ട. എല്ലാത്തിനും കാരണം നിൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്. അവർക്കാണെങ്കിലും 3 പെൺമക്കളാണല്ലോ. 2 പേരെ മര്യാദയ്ക്ക് ഇങ്ങനെ കല്യാണം കഴിപ്പിച്ച് ഇങ്ങനെ വിടാൻ നിൻ്റെ അച്ഛന് 2 അറ്റാക്ക് വന്നത് നിൻ്റെ അച്ഛന് സാധിക്കില്ല. അതുകൊണ്ട് വളഞ്ഞ വഴിയിലൂടെ ഇങ്ങോട്ട് കയറ്റി വിട്ടു. അത് നാട്ടിൽ മൊത്തം പാട്ടാണല്ലോ എന്ന് പറയുമ്പോൾ നയന് ചോദിക്കുന്നുണ്ടായിരുന്നു, അതിനിപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിക്കൂട്ടോ. അപ്പോൾ അനാമിക പറയാണ്, ഇനിയിപ്പോൾ അതിൻ്റെ പിറകെയാണ് ഒരുത്തീനെയും കൂടെ ഇങ്ങോട്ട് കടത്തിവിടാൻ നോക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ നയനയ്ക്കാണെങ്കിലും. പിന്നീട് അനാമികയാണെങ്കിലും നയനയോട് ഭയങ്കര മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിന്നെപ്പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന വ്യക്തിയാണല്ലോ നിൻ്റെ അമ്മയും, അതുകൊണ്ട് ഇങ്ങനെ നിങ്ങളൊക്കെ ആ ഗോവിന്ദൻ്റെ മക്കളാണോ എന്ന് നിൻ്റെ അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ എന്നങ്ങ് പറയുന്ന സമയത്ത് നയനയാണെങ്കിലും അനാമികയുടെ കാരണം നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നീ എന്നെ അടിച്ചു അല്ലേ എന്ന് പറഞ്ഞിട്ട് നയനേനെയും തിരിച്ചടിക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ അനാമികയുടെ കയ്യിൽ ഇങ്ങനെ കയറി പിടിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ അടിക്കാൻ വരുന്നത് തടഞ്ഞിട്ട് നയന അങ്ങ് കയറി പിടിക്കുകയാണ് കേട്ടോ. അപ്പം നീ എന്നെ അടിക്കാനായിട്ടില്ല, അതിന് മാത്രം നീ വളർന്നിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അത് മാത്രമല്ല, അങ്ങനെ അനാമികയുടെ കൈ പിടിച്ച് ഇങ്ങനെ തിരിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ നയന സംസാരിക്കുന്നത് അനാമികയോട്. അപ്പോൾ ലോകത്ത് ആര് എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാനത് സഹിക്കും, പക്ഷേ എൻ്റെ അച്ഛനും അമ്മേനും അതുപോലെ തന്നെ എൻ്റെ കൂടപ്പിറപ്പുകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ഒരിക്കലും സഹിക്കില്ല എന്ന് പറഞ്ഞിട്ട് അനാമികയോട് അങ്ങ് പറയുന്നുണ്ടായിരുന്നു. അനാമികയാണെങ്കിലും നയനേനെ അടിക്കാനായിട്ട് കൈ അങ്ങ് ഓങ്ങിയതാണല്ലോ, അത് പിടിച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് നയന അനാമികയോട് സംസാരിക്കുന്നത്. കൈ പിടിച്ച് ബാക്കിലേക്ക് അനാമികയാണെങ്കിലും പിന്നെ നയനയോട് പറയുന്നുണ്ടായിരുന്നു, ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയും. അപ്പൊ നയനെ അതന്നെ തിരിച്ച് പറയുന്നുണ്ടായിരുന്നു, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്, ഞാനും ഇതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയൂട്ടോ. അപ്പൊ നിന്റെ പല കാര്യങ്ങളും ഞങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ട് നടക്കുന്നത് അനീനെ ഓർത്തിട്ട് മാത്രമാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ നീ അതൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ നയന അവിടെ നിന്ന് അങ്ങ് പോകുന്നത് ദേഷ്യത്തില്. അനാമികയാണെങ്കിലും ആകെ ടെൻഷനിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് നയനയാണെങ്കിലും നവ്യനോട് ഈ കാര്യങ്ങളൊക്കെ ചെന്ന് പറയുന്നുണ്ട്. അപ്പം നവ്യയ്ക്കും ഒട്ടും ഇഷ്ടമായിട്ടില്ല. അപ്പം നവ്യ പറയുന്നുണ്ടായിരുന്നു, നീ അവളുടെ കരണത്തടിച്ച സമയത്ത് ഞാനും കൂടെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ബാക്കി ഞാനും കൂടെ കൊടുത്തേനെ എന്ന് പറയൂ കേട്ടോ. പിന്നീട് അനിയും നന്ദും കൂടെ സംസാരിക്കുന്നതെല്ലാം അനാമിക നയനോട് സംസാരിച്ച സമയത്ത് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അവളിങ്ങനെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകുന്നതിന് മുന്നേ ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെ അനിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതെൻ്റെ അച്ഛൻ കണ്ടു എന്നൊക്കെ ഇങ്ങനെ നയനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നയനിയാണെങ്കിലും നവ്യനോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ അനിയനോട് പറഞ്ഞിട്ടുള്ളതാണ്, നന്ദുവിനെ പുറത്ത് എവിടെയെങ്കിലും വെച്ച് കണ്ടാലും ഇങ്ങനെ അധികം സംസാരിക്കാനും ഒന്നും നിൽക്കരുത് എന്ന് ഉള്ളത്. പ്രത്യേകിച്ചും ഇങ്ങനെ അനി പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അനാമിക അങ്ങനെ അവൻ്റെ പിറകെ തന്നെ ഉണ്ട് എന്ന് പറയും. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, നമ്മളായിട്ട് അനിയും നന്ദും തമ്മിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ലല്ലോ, എന്നിട്ടും അനാമിക അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നാളെ ഉറപ്പായിട്ടും ഇങ്ങനെ അനന്തപുരിയിലേക്ക് നന്ദുവിനെ വിളിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് 2 പേർക്കും ഒരു വാശിയായിട്ടുണ്ട്, നയനയ്ക്കാണെങ്കിലും നവ്യയ്ക്കാണെങ്കിലും. അപ്പോൾ ഇങ്ങനെ അച്ഛനും അമ്മേനെ ഇങ്ങനെ അധിക്ഷേപിച്ച് സംസാരിച്ചുകൊണ്ട് തന്നെ അവർക്കതൊരു വാശിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നയനയോട് നവ്യ പറയുന്നുണ്ടായിരുന്നു, നീ എന്തായാലും പോയിക്കോ, ഞാൻ അവളെ വിളിച്ചോളാം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അവളെന്തായാലും ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു സത്യം മൂടി വെച്ചുകൊണ്ട് നടക്കല്ലേ, അപ്പോൾ നമ്മൾ പറയുന്നത് കേട്ട് അവൾ അനുസരിച്ച് ജീവിക്കണം, അതന്നെയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് ചേച്ചി എന്താ അവളെ വിളിച്ചിട്ട് പറയാൻ പോകുന്നതെന്ന് ചോദിക്കൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞോളാം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവർക്ക് ഇങ്ങനെ വലിയൊരു സത്യം അറിയാലോ, അനാമികയും അമ്മയും കൂടിയാണ് പാലിൽ വിഷം ചേർത്ത് എന്നുള്ളതൊക്കെ. അപ്പോൾ അത് അവർ ആരോടും പറയാതെ മറച്ചു വെച്ചുകൊണ്ട് നടക്കുന്ന കാലത്തോളം അത് തന്നെയാണ് നമ്മുടെ ഒരു ബലം എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അനാമികയാണെങ്കിലും അടി കിട്ടിയ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നവിയുടെ കോള് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഫോൺ എടുത്തിട്ട്, ഇനിയിപ്പോൾ അടുത്തൊരു പിശാച് വിളിക്കുന്നുണ്ടല്ലോ, ഇത് എന്തിനാണാവോ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ കോൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ നിനക്ക് വീണ്ടും അഹങ്കാരം കൂടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നവ്യ ആദ്യം തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ വേണ്ടത്, നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ നാളെ നന്ദു അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ അനാമികയ്ക്ക് വീണ്ടും ദേഷ്യമൊക്കെ വരുന്നുണ്ടെങ്കിലും നവ്യ പറയുന്നത്, നാളെ നന്ദു അവിടേക്ക് വരുന്ന സമയത്ത് നീ ഇങ്ങനെ കമാന്നൊരു അക്ഷരം മിണ്ടി പോകരുത്, അങ്ങനെ എന്തെങ്കിലും എൻ്റെ അനിയത്തിനോട് മോശമായിട്ട് പെരുമാറി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നീ ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ വിളിച്ചു പറയും എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ നിനക്ക് ഇത്രയൊക്കെ പറയാമെങ്കിൽ ഞങ്ങൾക്ക് എന്താ അതങ്ങ് വിളിച്ചു പറഞ്ഞൂടെ എന്നൊക്കെ ചോദിച്ച് അങ്ങ് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നേ. അപ്പം നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയുന്നത് കേട്ട് അനുസരിച്ച് ഞാൻ ജീവിക്കണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ തന്നെ വേണം ജീവിക്കാൻ, അപ്പോൾ നീ ഇങ്ങനെ അവിടെ പല കള്ളത്തരങ്ങളും ചെയ്തിട്ട് ഞങ്ങളൊക്കെ അത് മറച്ചു വെച്ചുകൊണ്ട് നടക്കുന്നില്ലേ, അപ്പോൾ പിന്നെ ഞങ്ങൾ പറയുന്ന അനുസരിച്ച് ജീവിച്ചോണം എന്ന് പറഞ്ഞിട്ട് അങ്ങ് കോള് കട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പം അനാമികയാണെങ്കിലും ആകെ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. പിന്നീട് നേരെ അനാമികയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു.
വേണുവിനും രേവതിക്കും കാര്യങ്ങളെല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് നമ്മളിങ്ങനെ ഒന്നിങ്ങനെ ഒതുങ്ങി കൊടുത്ത് പോകുന്നത് തന്നെയാണ് നല്ലത് എന്നൊക്കെ തന്നെയാണ് കേട്ടോ അവർ പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ തന്നെ നയന ഇങ്ങനെ അനാമികേനെ അടിച്ച സമയത്ത് മോള് തിരിച്ച് അടിക്കാൻ പോയത് ശരിയായില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അവൾമാർക്കൊക്കെ വലിയ ഒരു സത്യം അവരൊക്കെ മൂടി വെച്ചുകൊണ്ട് നടക്കുകയാണ്. അവർക്ക് അത് എപ്പോൾ വേണമെങ്കിലും വിളിച്ച് പറയാലോ, നമ്മൾ അതുകൊണ്ട് ഒന്ന് ഒതുങ്ങി ഇങ്ങനെ ജീവിക്കുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അനിയും മോളും ഒരിക്കലും ഒത്തുപോയില്ല എന്ന് എല്ലാവർക്കും നമുക്കറിയാവുന്ന കാര്യം തന്നെയല്ലേ. അതുകൊണ്ട് അവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മൾ നേടിയെടുക്കുന്നത് വരെ നമ്മൾക്ക് അവിടെ നിന്ന് പിടിച്ച് നിന്നല്ലേ പറ്റുള്ളൂ. അവൾമാർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ നമുക്കായിരിക്കും നഷ്ടപ്പെടാൻ പോകുന്നത്. അപ്പോൾ നാളെ പുറത്ത് പോവേണ്ട മോള് ചിലപ്പോൾ ഇന്ന് തന്നെ പുറത്ത് പോകും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അനാമികേനെ തന്നെയാണ് കേട്ടോ കുറ്റപ്പെടുത്തുന്നത്. നന്ദു അനന്തപുരിയിലേക്ക് വരുന്നതാണ് കേട്ടോ അനാമികയുടെ വലിയ പ്രശ്നം. എനിക്കിഷ്ടമില്ലാത്ത ഒരുത്തി ഇങ്ങനെ അവിടേക്ക് കയറി വരുമ്പോൾ ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കണോ, ഒരക്ഷരം ഇണ്ടാതെ നിന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ അനിയുടെ അമ്മയ്ക്കും അതുപോലെ തന്നെ അപ്പച്ചിക്കൊക്കെ ഭയങ്കര സംശയമാവും എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ഗുണമുള്ള കാര്യമുണ്ട് മോളെ. അപ്പോൾ മോളിങ്ങനെ മോളുടെ സ്വഭാവം മാറ്റി എന്നൊക്കെ വിചാരിച്ച് അനിയുടെ മുത്തശ്ശനും അതുപോലെ തന്നെ അനിയുടെ വല്യമ്മയൊക്കെ മോളെ സ്നേഹിച്ച് തുടങ്ങും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് മോള് നാളെ ഇങ്ങനെ നന്ദു വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ നിന്നാൽ മതി എന്നുള്ള ഇതിലാണ് കേട്ടോ അവർ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും രണ്ടുപേരും കൂടെ ഇങ്ങനെ എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ പറഞ്ഞു തരുന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് വേണം മോളെ, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ അവളുടെ കയ്യിൽ നിന്ന് നന്നായിട്ട് അടി കിട്ടിയില്ലേ, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെയാണ് നമ്മൾ പെട്ട് കിടക്കുന്നത്. അതുകൊണ്ട് മോളും ഒന്ന് ഇങ്ങനെ ഒതുങ്ങി ഇങ്ങനെ ജീവിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അനാമികയാണെങ്കിലും മനസ്സില്ല മനസ്സോടെ അതൊക്കെ സമ്മതിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നയന ബാൽക്കണിയിൽ നിൽക്കുന്ന സമയത്ത് അനാമിക അവിടേക്ക് ചെന്നിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ, ഏട്ടത്തിന്ന് ഇങ്ങനെ വിളിക്കുവേ. അപ്പോൾ നയനയാണെങ്കിൽ ഒരു അത്ഭുതത്തോടു കൂടി തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ഇപ്പം എന്താ വിളിച്ചതെന്ന് ചോദിക്കും. ഏട്ടത്തിന്ന് തന്നെയാണ് വിളിച്ചതെന്ന് അനാമിക പറയുമ്പോൾ, ഇതുവരെ അങ്ങനെയൊന്നല്ലായിരുന്നല്ലോ വിളിച്ചിരുന്നത്, അവള് ഇവള് എടി എന്നൊക്കെ അല്ലേ വിളിച്ചിരുന്നത്, ഇപ്പം എന്ത് പറ്റിയെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല നവ്യടുത്ത് എന്നെ വിളിച്ചായിരുന്നു, എന്നിട്ട് ഇങ്ങനെ നന്ദു നാളെ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്ന് പറയൂ കേട്ടോ. അപ്പൊ അതിന് ഇങ്ങനെ പറയുന്ന സമയത്ത് അപ്പൊ എന്തായാലും പിന്നീട് അതിന്റെ പേരിലാണ് കേട്ടോ അവര് സംസാരിക്കുന്നത്. അപ്പോൾ അനാമികയോടാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എനിക്കും ഇഷ്ടമില്ലാത്ത കാര്യം തന്നെയാണ് നന്ദു ഇങ്ങോട്ട് വരുന്നതും അനീനെ കാണുന്നതും എല്ലാം. പക്ഷേ നീ അതുപോലെയല്ല ഇങ്ങനെ സംസാരിക്കുന്നത്, അതുകൊണ്ട് നാളെ നന്ദു ഇങ്ങോട്ട് വരണം തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയാണ്. അപ്പൊ നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും നടക്കണം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. നാളെ ഇങ്ങോട്ട് നന്ദു വരുന്ന സമയത്ത് നീ വേണം അവൾക്ക് ഇങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കാനെന്ന് പറയാണ് കേട്ടോ. എൻ്റെ അനിയത്തി ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകുന്നതിന് മുന്നേ അവൾക്ക് ഒപ്പം ഇരുന്നിട്ട് ഒരു നേരത്തെ ആഹാരം കഴിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു, അത് എൻ്റെ വീട്ടിൽ വെച്ചല്ല ഇവിടെ വെച്ച് എന്നൊക്കെ പറയുമ്പോൾ നന്ദുവിന് ഭക്ഷണം വിളമ്പി കൊടുക്കണം എന്ന് പറയുമ്പോൾ അനാമയ്ക്ക് അത് പെട്ടെന്ന് അങ്ങ് സമ്മതിക്കാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നീട് നയന പറയുന്നുണ്ടായിരുന്നു, ഇതാണ് ഇങ്ങനെ നീ ഇങ്ങനെ എൻ്റെ അച്ഛനെയും അമ്മേനെയും കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ചതിനുള്ള ശിക്ഷ എന്ന് പറയുമ്പോൾ അതിനെ ഏട്ടത്തി എന്ന് എൻ്റെ കർണത്തടിച്ചതല്ലേ എന്ന് പറയും. കർണത്തടിച്ച് അതൊക്കെ പെട്ടെന്ന് അങ്ങ് മാറും, പക്ഷെ നീ പറഞ്ഞിട്ടുള്ള വാക്കുകളൊന്നും ഒരിക്കലും അങ്ങ് മനസ്സിൽ നിന്ന് പോയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതുപോലെയാണ് നീ എൻ്റെ അച്ഛനെയും അമ്മേനെയും അധിക്ഷേപിച്ച് സംസാരിച്ചത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നീ വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചോ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നന്ദുവിന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന കാര്യം തന്നെയാണ്. അപ്പൊ നീ ഇങ്ങനെ നിന്റെ നാക്കുകൊണ്ട് പലതും പറയുന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞൂടെ എന്ന് പറഞ്ഞിട്ടൊക്കെ തന്നെയാണ് കേട്ടോ നയന അവിടുന്ന് അങ്ങ് പോകുന്നത്. അപ്പൊ അനാമികയാണെങ്കിലും ആകെ പെട്ട് കിടക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു സങ്കടത്തിൽ നിൽക്കുകയാണ് കേട്ടോ നയന അവിടുന്ന് അങ്ങ് പോകുന്ന സമയത്ത്. പിന്നീട് അനിയാണെങ്കിൽ നന്ദുവിനെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നന്ദുവിനെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നത്, നാളെ ഫുഡ് കഴിക്കാൻ ഏട്ടത്തി ഇങ്ങനെ നന്ദുവിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് വരാനൊന്നും വിചാരിച്ചിട്ടില്ല, വെറുതെ എന്തിനാ ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് വിചാരിച്ചിട്ടാണ്, എനിക്ക് അങ്ങോട്ട് വരാൻ ഒരു താല്പര്യം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെയൊന്നും വേണ്ട, ഏട്ടത്തി വിളിച്ചിട്ടുണ്ടെങ്കിൽ നന്ദു ഉറപ്പായിട്ടും ഇങ്ങോട്ട് വരണം എന്നൊക്കെ അനി പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നവ്യ അവിടേക്ക് കയറി ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പം നവ്യാണെങ്കിലും അവിടെ ഇങ്ങനെ നിൽക്കുന്നത് നന്ദു കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ നന്ദുവിനാണെങ്കിലും ഒട്ടും താല്പര്യം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അനിയാണെങ്കിലും അത് സമ്മതിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നാളെ ഇങ്ങോട്ട് വരണം എന്നൊക്കെ തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പൊ അനാമിക ഉള്ളപ്പോൾ അങ്ങോട്ട് വരരുത് എന്നാണ് എപ്പോഴും ഇങ്ങനെ നയനയെടുത്ത് പറയാറുള്ളത്. ഇതിപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അനി പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അനിയാണെങ്കിലും ഇങ്ങനെ പറയുകയാണ്, എനിക്ക് നന്ദുവിനെ വൈകുന്നേരം ഒന്ന് കാണണം, ഇനിയിപ്പോൾ പുറത്ത് വെച്ച് കാണാൻ പറ്റില്ലെങ്കിൽ അങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വീട്ടിലേക്ക് വരും എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ നവ്യ വന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നന്ദു കോള് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരാ വിളിച്ചതെന്ന് നവ്യ ചോദിക്കുമ്പോൾ അതെൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് പറയട്ടെ. അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ പേര് അനി എന്നാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ല എന്ന് പറയട്ടെ. അപ്പോൾ നന്ദുവിന് ഇങ്ങനെ ഒരു പതർച്ചയൊക്കെ ഉണ്ട്, അപ്പോൾ നിൻ്റെ പതർച്ചയൊക്കെ കണ്ടിട്ട് അത് അനിയാണെന്ന് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇങ്ങനെ നവ്യ നന്ദുവിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മളെന്തിനാ മോളെ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, നമ്മൾ എന്തായാലും വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ
അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു വീട്ടിൽ നിന്ന് 3 മരുമക്കളെ അനന്തപുരിയിലേക്ക് വേണ്ടാന്ന് വിചാരിച്ച് നീയും അനിയും തമ്മിലുള്ള അത് ഞാനും നയനിയൊക്കെ എതിർത്തത് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അനിയുടെയും അനാമികയുടെയൊക്കെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മളൊന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്നത് തന്നെയല്ലേ നല്ലത്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഒരു ഇതിലങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദർശേട്ടൻ്റെ അമ്മയാണെങ്കിലും നയനെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അഭിയും കൂടെ ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴും നന്ദുവിനാണെങ്കിലും പെട്ടെന്ന് അനിയനെ അങ്ങ് മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റുന്നില്ല എന്നൊക്കെ നന്ദു പറയുന്നുണ്ടായിരുന്നു. ചേച്ചിക്ക് അറിയാലോ, പഠിക്കുന്ന സമയത്ത് പോലും എനിക്കിങ്ങനെ ആരോടും ഇങ്ങനെ ഒരു സ്നേഹമൊന്നും തോന്നിയിട്ടില്ല. അനീനെ കണ്ടപ്പോഴാണ് അതിനൊരു മാറ്റം സംഭവിച്ചത്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്ക് പോലും അറിയില്ല എന്ന് പറയാണ്. നവ്യാണെങ്കിലും പിന്നീട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഭാര്യയ്ക്കും ഇങ്ങനെ ഒരു ഭർത്താവ് മറ്റൊരു പെൺകുട്ടീനെ സ്നേഹിക്കുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ടൊക്കെ ഇങ്ങനെ മോളിങ്ങനെ ഒന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെ ഇതാക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാനിങ്ങനെ അതെല്ലാം മനസ്സിലാക്കാനും എല്ലാം ശ്രമിക്കുന്നുണ്ട്, ഒഴിഞ്ഞു മാറാനൊക്കെ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും അനിയാണ് എന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നതും എന്നൊക്കെ പറയുമ്പോൾ അത് ആണുങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ, നമ്മൾ പെൺകുട്ടികൾ വേണം അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാനേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നന്ദുവിനാണെങ്കിലും അനീനെ പെട്ടെന്ന് അങ്ങ് മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നവ്യനോട് പറയുന്നുണ്ടായിരുന്നു. ചേച്ചിക്ക് അറിയാലോ, പഠിക്കുന്ന സമയത്ത് പോലും എനിക്ക് ആരോടും ഒരു സ്നേഹം തോന്നിയിട്ടില്ല. പക്ഷെ അനീനെ കണ്ടപ്പോഴാണ് അതിനൊക്കെ ഒരു മാറ്റം വന്നത്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അനാമികയും അതുപോലെ തന്നെ അനിയും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമില്ല, അവരിങ്ങനെ നല്ല രീതിയിലൊന്നുമല്ല മുന്നോട്ട് പോകുന്നത്. അവർ ബെഡ്റൂമിൽ ഇപ്പോഴും രണ്ടായിട്ട് തന്നെയാണ് കഴിയുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എന്നോട് അനി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. കാരണം എനിക്ക് അങ്ങനെ അനീനെ പെട്ടെന്ന് അങ്ങ് മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റുന്നില്ല. കാരണം അനി അത്രയ്ക്കും നല്ല പയ്യനാണെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദ വിഷമത്തോടു കൂടി അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ നവിക്കും ആകെ വിഷമാവുന്നുണ്ട്. പിന്നീട് നന്ദു ആണെങ്കിലും അനിയനെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോഴേക്കും അനി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അനി വരുന്ന കാണുമ്പോൾ തന്നെ അനിയനോട് പറയുന്നത്, നമ്മൾ ഇതുപോലെ ഇനി ഇങ്ങനെ പുറത്ത് വെച്ചൊന്നും കാണരുതെന്ന് ഞാൻ അനിയനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്ന് പറയൂ കേട്ടോ. അപ്പം നന്ദുവിനാണെങ്കിലും ആകെ ടെൻഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ടെൻഷൻ അടിക്കാറില്ല ഒരു കാര്യത്തിലും എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അനിയനെ കാണുന്ന തന്നെയാണ്, അനി ഇങ്ങനെ കാണാൻ വരുന്ന തന്നെയാണ് നന്ദുവിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ എനിക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നീട് ഇങ്ങനെ നന്ദുവിന് ഇങ്ങനെ 2 ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അതൊക്കെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നാളെ ഇതിൽ നല്ലൊരു ഡ്രസ്സ് നോക്കിയിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ട് നോക്കിയിട്ട് ഇട്ടിട്ട് വേണം നാളെ അനന്തപുരിയിലേക്ക് വരാൻ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പിന്നീട് നന്ദു ആണെങ്കിലും ഇങ്ങനെ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അനീനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇനി നമ്മളിങ്ങനെ അധികം കാണരുത്, സംസാരിക്കരുത്, അതൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷേ എനിക്കതൊന്നും ഇഷ്ടാവുന്നില്ല. നന്ദു അനിയും തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നതും എല്ലാം ഇങ്ങനെ കണ്ട് ഇങ്ങനെ അനാമികയാണല്ലോ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നന്ദു ആ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അനി പറയുന്നുണ്ടായിരുന്നു, അവൾക്ക് എന്നോടൊരു സ്നേഹവും ഇല്ല, എപ്പോഴും ഇങ്ങനെ വഴക്കാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നന്ദുവിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നന്ദു ചോദിക്കുന്നുണ്ടായിരുന്നു, പിന്നെ എന്തിനാ അവളിങ്ങനെ നമ്മൾ സംസാരിക്കുന്നതും കാണുന്നതും ഇങ്ങനെ കണ്ട് ഇങ്ങനെ ഓരോ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, അതെന്താണെന്ന് എനിക്കറിയില്ല, അപ്പോൾ എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട്, അവളിങ്ങനെ ഉന്നം വെക്കുന്നത് ഞങ്ങളുടെ സ്വത്താണോ എന്നുള്ളൊരു സംശയമുണ്ട് എന്ന് പറയുമ്പോൾ നന്ദു ആണെങ്കിലും ആകെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്.